ഇപ്പൊ ഞാൻ ഒരേ ഒരു കാര്യം പറയാം, ഞാനും ഒരു ട്രാൻസ്ജെൻഡർ വുമൺ ആണ്. അപ്പൊ അവിടെ ജാതിഭേദം തന്നെ എന്ന് വെച്ചാൽ എന്നെ അടക്കം അവിടെ ഞാൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് പൊങ്കാല ഇട്ടതിന്, സ്ത്രീ ആയിട്ടുള്ളവരല്ലേ പൊങ്കാല ഇടുന്നത്. എത്ര പുരുഷന്മാര് പൊങ്കാല ഇട്ടു നിങ്ങൾ ആരും കണ്ടില്ലേ? ആരും കണ്ടില്ലേ നിങ്ങൾ പുരുഷന്മാര് പൊങ്കാല ഇട്ടത്? ആരും കണ്ടില്ലേ? കണ്ടു. അപ്പോ എന്താ പറയുക, ഞാനൊരു അർദ്ധനാരിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആദ്യം സ്ത്രീ, അതിന് ശേഷം ട്രാൻസ് വുമൺ. എനിക്ക് സ്ത്രീകളുടെ പ്രിവിലേജും അവിടുത്തെ പൊങ്കാല സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ അവിടുത്തെ ഇതെല്ലാം തട്ടിയെടുക്കണമെന്ന്, സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട് ട്രാൻസ്ജെൻഡർ പദവിയിൽ എത്തണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വിശ്വാസത്തെ ഞാൻ അത്രയും ഞാൻ ആദ്യമായിട്ട് എൻ്റെ തറവാട്ടിൽ, എറണാകുളത്തുള്ള ഒരു തറവാട്ടിൽ കഴിഞ്ഞ കൊല്ലാണ് പൊങ്കാല ഇട്ടിരുന്നത്. അന്നേരം ഞാനൊരു ആഗ്രഹം മനസ്സിൽ കരുതിയിരുന്നു, എനിക്കൊരു വീടെന്ന സ്വപ്നം. ആറ്റുകാലമ്മേ ദേവി എനിക്കൊരു വീട് ഭവനം ഒരുക്കി തന്നാൽ അടുത്ത വർഷം അമ്മയുടെ മണ്ണിൽ വന്ന് ഞാൻ പൊങ്കാല ഇട്ടോളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇനിയും ഞാൻ പറയാം, പിന്നെ എന്നെ മതപരമായി എന്നെ ആക്രമിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ. ഞാൻ ഇന്നലെ എൻ്റെ മാനസിക നിലയെ തെറ്റിക്കുന്ന രീതിയിൽ ഒരുപാട് പേരെ ഞാൻ അൺഫോളോ ചെയ്തു. ഒരുപാട് പേരെ ഞാൻ എന്നെ ആക്രമിക്കുന്ന രീതിയിൽ എൻ്റെ മതത്തെ പറ്റി എന്നെ മോശമായിട്ട് ചിത്രീകരിച്ചു. പ്രമുഖരായിട്ടുള്ള സിനിമാ നടികൾ പോലും എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചു. ഞാൻ അതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല, വ്യക്തിപരമായതുകൊണ്ട്. അവരെല്ലാവരും പറഞ്ഞത്, നിന്റെ വിശ്വാസത്തെ നീ മുറുകെ പിടിച്ചതിലും നിന്റെ വിശ്വാസത്തെ നീ നന്നായി മുന്നോട്ട് കൊണ്ടുപോയതിലും ഞങ്ങൾ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. ആ വിശ്വാസം ദേവിയിൽ നീ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള ആ നന്മ ഭവിക്കൂ എന്നുള്ളത്.